തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകുന്നതായി പരാതി. ഒന്നാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന പുനലൂർ സ്വദേശി സുരേന്ദ്രന് ചികിത്സ നൽകാൻ വൈകിയെന്നാണ് പരാതി. ഗുരുതരാവസ്ഥയിൽ പുനലൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം സീനിയർ ഡോക്ടർമാർ ചികിത്സ നൽകിയില്ല എന്ന് സുരേന്ദ്രന്റെ മകൻ സുബീഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അച്ഛന്റെ കണ്ടീഷൻ എന്ന് വെച്ചാല് അച്ഛന് ബോധമില്ല, അച്ഛന് ഓർമ്മയില്ല, സംസാരിക്കാൻ പറ്റൂല, പിന്നെ എന്തെന്ന് പറയുന്നത് നമ്മളെ വീട്ടുകാരെ ആരെയും തിരിച്ചറിയാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് അച്ഛന്. ശരിക്കും പറഞ്ഞാൽ അച്ഛനിപ്പം ഒരു അബോധാവസ്ഥയാണ്. ഇവിടെ കൊണ്ടുവരുമ്പോൾ അതായിരുന്നു സ്ഥിതി. എന്നിട്ട് ഇവിടെ നമ്മൾ ഡ്യൂട്ടി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച്, ഡ്യൂട്ടി ഡോക്ടറെ കൊണ്ടുവന്നപ്പോഴേ ഒരു സീനിയർ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അവിടെ എല്ലാം ജൂനിയേഴ്സ് ആയിരുന്നു. അവരെ കാണിച്ച് അവർ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. നമ്മൾ പുനലൂരിൽ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ നമ്മുടെ ലാബ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ സോഡിയത്തിന്റെ കുറവാണെന്ന്. ഇന്നലെ 12:30 കൊണ്ടുപോകണേ, ഇന്ന് രാത്രി 7:30 വരെ ഒരു സീനിയർ ഡോക്ടർ അച്ഛനെ നോക്കില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ നോക്കില്ല. നോക്കിയതെല്ലാം പല ജൂനിയർ ഡോക്ടർമാരാണ്. രാഹുൽ ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പലപ്പോഴും നമ്മൾ ഈ ചികിത്സാ പിഴവിനെക്കുറിച്ചും ചികിത്സ സമയത്ത് നൽകാത്തതിനെക്കുറിച്ചും പിടിപ്പുകേടിനെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. വേക്കപ്പ് കേരളയിൽ തന്നെ നമ്മളിരുവരും തന്നെ പലതവണ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും ഒരു കാര്യം ഉയർന്നു വന്നിരിക്കുന്നു. ഇതിൽ ആശുപത്രി അധികൃതർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് സുരേന്ദ്രന്റെ മകൻ സുബീഷിന്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും ആ ആരോപണം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ പുനലൂരിൽ നിന്ന് സോഡിയം കുറഞ്ഞു, അതിൻ്റെ ഭാഗമായി അബോധാവസ്ഥയിലേക്ക് പോകുന്നു, ശ്വാസം മുട്ടലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുനലൂരിൽ നിന്ന് സുരേന്ദ്രനും കുടുംബവും എത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ദിവസം ഈ സീനിയർ ഡോക്ടർമാർ നോക്കിയില്ല എന്ന പരാതിയാണ് ആദ്യമായി ഉന്നയിക്കുന്നത്. പിന്നെ വേണ്ട ചികിത്സ കൃത്യമായി നൽകിയില്ല എന്നും പറയുന്നുണ്ട്. മോദി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ചികിത്സ വൈകുന്നതും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൃത്യമായ ചികിത്സ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാരെ ബോധ്യപ്പെടുത്തുന്നതും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സുബീഷ്, സുരേന്ദ്രൻ്റെ മകൻ, പറയുന്നത്. കാരണം വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് അവർക്കുമുള്ളത്. നിലവിൽ എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് വേണ്ട കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കാരണം സ്കാനിങ് ഉൾപ്പെടെ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കാര്യങ്ങൾ പരിശോധിക്കും. ഈ ഒരു വൈകലുണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കും. നിലവിൽ എന്തായാലും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അധികാരികൾ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടേക്ക് എത്തിച്ച ശേഷം വേണ്ട രീതിയിൽ ചികിത്സ ലഭിച്ചില്ല. ആദ്യഘട്ടത്തിൽ ഈ അത്യാസന്ന നിലയിലാണ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട രീതിയിൽ ആളുകൾ ഗൗരവം നൽകിയില്ല എന്ന പരാതി ഉൾപ്പെടെയുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോഴും ഈ സുരേന്ദ്രൻ എന്നയാൾ അബോധാവസ്ഥയിലാണ് എന്നാണ് മകൻ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വശമാണ്, ആരോഗ്യപരമായ കാര്യമാണ്, ഡോക്ടർമാരാണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്, വൈകലുണ്ടായെന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. തീർച്ചയായും.